വായ്പാ കുടിശ്ശികയുടെ പേരിൽ മൈക്രോ ഫിനാൻസ് ജീവനക്കാർ ദമ്പതികളെ വീട് കയറി ആക്രമിച്ചു. എറണാകുളം നെട്ടൂരിലാണ് കോൺഗ്രസ് നേതാവ് കൂടിയായ സലീമിനെയും ഭാര്യയെയും ആക്രമിച്ചത്. അക്രമികളിൽ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഭാരത് ഫിനാൻഷ്യൽ മൈക്രോ ഫിനാൻസ് കമ്പനിയുടെ 2 ജീവനക്കാരാണ് സലീമിനെയും ഭാര്യയും ആക്രമിച്ചത്. വായ്പാ കുടിശ്ശികയെ ചൊല്ലിയുള്ള തർക്കത്തിന് പിറകെ ഹെൽമറ്റും സോഡാ കുപ്പിയും ഉപയോഗിച്ച് സലീമിനെയും ഭാര്യയും ആക്രമിക്കുകയായിരുന്നു. സലീം നടത്തുന്ന ഭക്ഷണശാലയിലെ സാധനങ്ങളും തകർത്തു. അപ്പോൾ ഉമ്മിച്ചിയായിട്ട് എന്തോ അയാൾ ഒരു റൂഡായിട്ട് സംസാരിച്ചപ്പോൾ ഉപ്പൊക്കെ എന്താണെന്ന് പറഞ്ഞപ്പോൾ അത് ചേട്ടൻ ഇടപെടേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു. ഉപ്പൊക്കെ അത് പറഞ്ഞപ്പോൾ വീട്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തോട്ട് പോയിക്കോളാന്ന് പറഞ്ഞപ്പോൾ അവർ പോയില്ല. പിന്നെ അങ്ങാടി മേടായി ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, അത് ചുപ്പാനെ തല്ലി ഉമ്മിച്ചിനെ ഉന്തിയിട്ട്. ഭാരത് ഫിനാൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടായി. 2018 പ്രളയം വന്നിട്ട് അത് അടക്കാണ്ടും ഞങ്ങൾ അടച്ചുകൊണ്ടിരുന്നതാണത്. അത് കഴിഞ്ഞ് കൊറോണ സമയത്തും വരാണ്ടായിട്ട് പിന്നെ വന്നപ്പോൾ ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം ഞങ്ങൾക്കൊക്കെ ഒരുപാട് ബാധ്യതകളാണ് അത് ഈ കാണിക്കുന്നത്. കഴിഞ്ഞതിൻ്റെ മുത്താഴ്ച ഇവിടെ വന്ന് അന്ന് തന്നെ ഞങ്ങളുടെ വീട്ടിലും വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതൊന്നും ബാധകമൊന്നും അല്ല. ഞങ്ങൾക്ക് ഈ ലോണിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അതൊന്നും വകവെക്കാൻ പോണില്ലെന്ന് ഈ വന്ന നിതിൻ നായർ ഞങ്ങളോട് ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് ഞങ്ങൾ പോയത്. അക്രമികളിൽ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിതിൻ എന്നാണ് ഇയാളുടെ പേര്. പനങ്ങാട് പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിച്ചു. 2018 നൽകിയ വായ്പാ തുകയുടെ തിരിച്ചടവ് ജീവനക്കാർ എത്താത്തതിനാൽ മുടങ്ങിയിരുന്നു. പിന്നീട് പെട്ടെന്നെത്തി പണം ആവശ്യപ്പെട്ടതാണ് തർക്കത്തിലേക്കും അക്രമത്തിലേക്കും വഴിമാറിയത്. മീഡിയ 1 കൊച്ചി.